സ്കൂൾ സമയമാറ്റത്തിൽ സമസ്തയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ദീപിക മുഖപ്രസംഗം. മാറ്റം വരുത്തിയ സ്കൂൾ സമയം സംബന്ധിച്ച് മുസ്ലിം സംഘടനയായ സമസ്തയുടെ വിയോജിപ്പ് ചർച്ച ചെയ്യുവാനുള്ള സർക്കാർ തീരുമാനം ജനാധിപത്യപരമാണ്. പക്ഷേ സർക്കാരിനോട് ആവശ്യപ്പെടാൻ സമസ്ത ഏകോപന സമിതിയെടുത്ത തീരുമാനങ്ങളായി മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് മതേതരത്വ വിരുദ്ധമാണെന്ന് ദീപിക വിമർശിച്ചു. ദീപിക മുഖപ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. സമയമാറ്റത്തിലെ അധിക അരമണിക്കൂർ വൈകുന്നേരത്തേക്ക് മാറ്റണമെന്നും ഓണം, ക്രിസ്തുമസ്, മധ്യവേനൽ അവധികൾ വെട്ടിക്കുറച്ച് അധ്യയന സമയം വർദ്ധിപ്പിക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് വാർത്തകൾ. അതായത് പ്രവൃത്തി ദിനങ്ങളിലെ പൊതുവിദ്യാഭ്യാസ സമയം പോലും മതപഠനത്തിനനുസരിച്ച് ക്രമീകരിച്ചു കൊള്ളണം. ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മാറ്റരുതെന്ന് പറയുന്നവർ തന്നെ മതപഠനം കഴിഞ്ഞു മതി പൊതുപഠനമെന്ന് പറയുകയോ? കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007 പുറത്തുവന്നതോടെ തുടങ്ങിയതാണ് സമയമാറ്റ ചർച്ച. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം 2009 അനുസരിച്ച് ഹൈസ്കൂളിൽ 1100 മണിക്കൂർ പഠന സമയം വേണം. പക്ഷേ ഒരിക്കലും നടപ്പായില്ല. ശനിയാഴ്ചകൾ അധ്യയന ദിനമാക്കുന്നതിനെതിരെ അധ്യാപക സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചതിനാൽ റദ്ദാക്കി. വിദ്യാഭ്യാസ വിദഗ്ധരുമായി കൂടിയാലോചിച്ച് വിദ്യാഭ്യാസ കലണ്ടർ തയ്യാറാക്കാൻ 2024 ഓഗസ്റ്റിൽ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. LP ക്ലാസുകളിൽ 198 പ്രവൃത്തി ദിനങ്ങൾക്കുള്ള നിശ്ചിത 800 മണിക്കൂർ നിലവിലുണ്ട്. UP ക്ലാസുകളിൽ 200 പ്രവൃത്തി ദിനങ്ങളിലെ 1000 മണിക്കൂർ തികയ്ക്കാൻ 2 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനങ്ങളാക്കി. ഹൈസ്കൂളുകളിൽ 1100 മണിക്കൂറിനുള്ള 220 പ്രവൃത്തി ദിവസം ഉറപ്പാക്കാൻ വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെയും ഉച്ചകഴിഞ്ഞും 15 മിനിറ്റ് വീതമാണ് വർദ്ധിപ്പിച്ചത്. രാവിലെ 9:45 മുതൽ വൈകുന്നേരം 4:15 വരെയാണ് പുതിയ സമയം. പക്ഷേ 2025 ജൂൺ 10 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയ ഉത്തരവിനെതിരെ സമസ്ത രംഗത്തെത്തി. മദ്രസ പഠനത്തിന് മതം നിഷ്കർഷിക്കുന്ന അത്രയും സമയം ഉണ്ടാക്കി കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് വാദിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മറ്റു മതസ്ഥർ തങ്ങളുടെ ആരാധനകൾക്കും മതപഠനങ്ങൾക്കും ഒഴിവു ദിവസങ്ങളിലാണ് സമയം കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലും സർക്കാർ പലപ്പോഴും പ്രവൃത്തി ദിനമാക്കിയിട്ടുണ്ട്. അതേസമയം വെള്ളിയാഴ്ചകളിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി അധ്യയന സമയം ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. പുതിയ സ്കൂൾ സമയക്രമത്തിലും അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനു പുറമെയാണ് എല്ലാ മതസ്ഥർക്കും മതമില്ലാത്തവർക്കും വേണ്ടിയുള്ള പൊതുവിദ്യാഭ്യാസത്തിന്റെ സമയം മദ്രസ പഠനത്തിനു വേണ്ടിയും ഒഴിവാക്കണമെന്ന ആവശ്യം. സമാന ആവശ്യങ്ങൾ മറ്റുള്ളവരും ഉന്നയിച്ചാൽ കാര്യങ്ങൾ എവിടെയെത്തും? ഓണത്തിനും ക്രിസ്തുമസിനും 10 ദിവസം വീതം അവധി നൽകുമ്പോൾ പെരുന്നാളിന് 1 ദിവസം മാത്രമേ അവധി നൽകുന്നുള്ളൂവെന്നും ഇത് ചൂണ്ടിക്കാണിച്ചാൽ അപരമത വിദ്വേഷമായി വ്യാഖ്യാനിക്കപ്പെടുമെന്നും സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി 2022 ഡിസംബറിൽ സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചിരുന്നു. പക്ഷേ മറ്റാർക്കും നൽകാത്ത പ്രാർത്ഥനാ സൗകര്യം എല്ലാ വെള്ളിയാഴ്ചയും തങ്ങൾക്ക് ലഭിക്കുന്നതോ അതിനെ മറ്റുള്ളവർ മാനിക്കുന്നതോ അദ്ദേഹം മറന്നു. മറ്റു ചില കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. CBSEയിൽ ഉൾപ്പെടെ കേന്ദ്ര സിലബസിൽ പഠിക്കുന്ന മദ്രസ വിദ്യാർത്ഥികൾക്ക് മദ്രസ പഠനത്തിന് സമയമില്ലെങ്കിലും ആർക്കും പരാതിയുള്ളതായി കേട്ടിട്ടില്ല. മദ്രസയിലെയും പൊതുവിദ്യാലയങ്ങളിലെയും പഠന സമയം വർദ്ധിക്കുന്നത് കുട്ടികളെ ക്ഷീണിതരാക്കുമെന്ന വാദവും ചിലർ ഉന്നയിച്ചു കണ്ടു. അതിൽ കാര്യമുണ്ട്. പക്ഷേ സ്കൂൾ പഠനത്തിന് പുറമെ സ്വന്തം കുട്ടികൾക്കുമേൽ 2 മണിക്കൂർ മദ്രസ പഠനം കൂടി ചുമത്തിയവരുടേതാണ് ഈ രോദനം. മദ്രസ പഠനത്തിൽ നിന്ന് 15 മിനിറ്റ് കുറച്ചാൽ ഇത് പരിഹരിക്കാവുന്നതല്ലേ? കോവിഡ് കാലത്തെന്ന പോലെ ഓൺലൈൻ മദ്രസ പഠനവും പലരും നിർദ്ദേശിക്കുന്നുണ്ട്. ഇതൊന്നും സ്വീകാര്യമല്ലെങ്കിൽ മതപഠനത്തെ പൊതുവിദ്യാഭ്യാസവുമായി കൂട്ടിക്കുഴയ്ക്കാത്തവരുടെ ചെലവിൽ മദ്രസ പഠനത്തിന് സമയം കണ്ടെത്താൻ ശ്രമിക്കരുത്. സ്കൂൾ സമയമാറ്റത്തിൽ പിറകോട്ടില്ലെന്നും തീരുമാനം മാറ്റാൻ വേണ്ടിയല്ല, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു. 12 ലക്ഷത്തോളം മദ്രസ വിദ്യാർത്ഥികളുടെ സമയത്തെ ബാധിക്കുന്ന വിഷയത്തിൽ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സമസ്ത. പക്ഷേ അതിലേറെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയത്തിൽ നിന്ന് മന്ത്രി പിന്മാറുമോ എന്ന് അറിയില്ല. മുസ്ലിം മത മൗലികവാദ സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് സൂംബ ഡാൻസ് ചുവട് ഇടറി നിൽക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് മതങ്ങളും സർക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ പുതിയതല്ല. അപ്പോഴൊക്കെ കോടതികൾ ഇടപെടുകയും ന്യായം നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യായമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സമസ്തയ്ക്കും സമാന സംഘടനകൾക്കും കോടതിയെ സമീപിക്കാം. ജനാധിപത്യ മതേതര സംവിധാനത്തിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുത്തേ മതിയാകൂ. തെരഞ്ഞെടുപ്പുകൾ അടുത്ത സാഹചര്യത്തിൽ
സീസറിനുള്ളതും ദൈവത്തിന് കൊടുക്കുവാനാണ് സർക്കാർ തീരുമാനിക്കുന്നെങ്കിൽ ഇതൊരു പുതുവഴിയായിരിക്കും മറ്റു മൗലികവാദങ്ങൾക്കും കടന്നു കയറുവാനുള്ളത്. ഞായറാഴ്ചകളെയും വിശുദ്ധ ദിനങ്ങളെയും പോലും പ്രവൃത്തി ദിനമാക്കിയിട്ടുള്ള സർക്കാരിന്റെ തീരുമാനവും അറിയാൻ കൗതുകമുണ്ടെന്ന് ദീപികയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നു.